എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ ആവേശ പോരാട്ടങ്ങൾക്കിടയിൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചത് വെറും ഒരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് ടീം ഇന്ത്യയുടെ ഒരു വിശ്വരൂപത്തിനാണ്. നമീബിയയ്ക്കെതിരെ 93 റൺസിന്റെ ആധികാരികവും വമ്പൻ വിജയവും നേടി ടീം ഇന്ത്യ ലോകകപ്പ് കിരീടത്തിലേക്കുള്ള തങ്ങളുടെ രാജകീയ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ മത്സരത്തിലെ ജയത്തേക്കാൾ വലിയ ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് വരുന്ന ആ വാർത്തയാണിപ്പോൾ ചർച്ചയാകുന്നത്. ICC ചെയർമാൻ ജയ് ഷാ ഇന്ത്യൻ താരങ്ങൾക്കായി തുറന്നിരിക്കുന്നത് പണപ്പെട്ടിയല്ല, മറിച്ച് ഇതൊരു പണമഴ തന്നെയാണ്. ഈ മത്സരത്തിൽ ഇഷാൻ കിഷൻ എന്ന യുവതാരം ബാറ്റിംഗിൽ തീർത്ത വെടിക്കെട്ടും ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടർ കാണിച്ച അസാമാന്യ പോരാട്ടവീര്യവും വരുൺ ചക്രവർത്തി എന്ന മാന്ത്രിക സ്പിന്നർ നമീബിയൻ ബാറ്റിംഗ് നിരയെ കറക്കി വീഴ്ത്തിയതും കണ്ട് മതിമറന്ന ജയ് ഷാ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നുള്ള VIP ഇടനാഴിയിൽ വെച്ച് ഒരു അടിയന്തര രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓരോ മലയാളിയുടെയും നെഞ്ച് വികസിപ്പിക്കുന്ന ആ നിമിഷമായിരുന്നു. ബാറ്റിംഗിലും കീപ്പിംഗിലും ഒരുപോലെ തിളങ്ങിയ കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസനെ ജയ് ഷാ ചേർത്തുപിടിച്ച നിമിഷം. വിക്കറ്റിന് പിന്നിൽ നിന്ന് വരുൺ ചക്രവർത്തിക്കും ബൌളർമാർക്കും സഞ്ജു നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങളും കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ശാന്തമായ എന്നാൽ തന്ത്രപരമായ ഇടപെടലുകളും കണ്ട് അത്ഭുതപ്പെട്ട ജയ് ഷാ സഞ്ജുവിന്റെ തോളിൽ തട്ടി പറഞ്ഞത്, "ഈ ടീമിന്റെ യഥാർത്ഥ നട്ടെല്ല് നീയാണ്" എന്നായിരുന്നു. സഞ്ജുവിന്റെ ആ മാസ്റ്റർ ബ്രെയിൻ ഇല്ലായിരുന്നെങ്കിൽ വരുണിന്റെ സ്പിൻ കെണി ഇത്ര ഫലപ്രദമാകില്ലായിരുന്നു എന്ന് സാക്ഷാൽ ജയ് ഷാ തന്നെ തുറഞ്ഞു സമ്മതിച്ചതോടെ ഡ്രസ്സിംഗ് റൂം കൈയടികൾ കൊണ്ട് പ്രകമ്പനം കൊണ്ടു. കളിക്കളത്തിൽ അത്ഭുതം കാണിച്ച ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയ്ക്കും വരുൺ ചക്രവർത്തിക്കുമൊപ്പം ടീമിന്റെ വിജയശില്പിയായ സഞ്ജു സാംസനും അപ്പോൾ തന്നെ 10 കോടി രൂപ വീതം, അതായത് ആകെ 40 കോടി രൂപയുടെ പാരിതോഷികം അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ശരിക്കുള്ള സിനിമ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഈ 40 കോടി വെറുമൊരു ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ ഞെട്ടൽ വരുന്നത് ജയ് ഷായുടെ അടുത്ത പ്രഖ്യാപനത്തിലാണ്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യൻ സിംഹക്കുട്ടികൾ ഇത്തവണത്തെ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയിലെത്തിക്കുകയാണെങ്കിൽ BCCIയും ICCയും ചേർന്ന് നൽകാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ്. ലോകകപ്പ് ജയിച്ചാൽ ടീമിലെ ഓരോ കളിക്കാരനും വ്യക്തിഗതമായി 20 കോടി രൂപ വീതം ലഭിക്കും. കൂടാതെ സപ്പോർട്ട് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമിനുമായി മൊത്തം 122 കോടി രൂപയുടെ ഒരു മെഗാ ജാക്ക്പോട്ടാണ് ജയ് ഷാ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കായിക ലോകത്ത് ഇന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു തുകയാണിത്. ഫെബ്രുവരി 15-ന് പാകിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന ഹൈ വോൾട്ടേജ് മത്സരത്തിന് തൊട്ടുമുമ്പ് ലഭിച്ച ഈ പ്രഖ്യാപനം ഇന്ത്യൻ താരങ്ങൾക്ക് നൽകുന്ന ഊർജ്ജം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പാകിസ്ഥാനെ തകർത്തെറിയാൻ ഇന്ത്യൻ താരങ്ങൾക്ക് നൽകിയ ഒരു ബൂസ്റ്റർ ഡോസാണിതെന്ന് നിസ്സംശയം പറയാം. നമ്മൾ തോറ്റപ്പോൾ നമ്മൾ തിരിച്ചുവരും, പതാക നാട്ടും എന്ന് പ്രഖ്യാപിച്ച് അത് പ്രാവർത്തികമാക്കിയ പഴയ BCCI സെക്രട്ടറിയല്ല, ഇന്ന് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ICC ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ജയ് ഷാ ഈ വാക്കുകൾ പറയുന്നത്. ഇഷാൻ കിഷന്റെയും വരുണിന്റെയും ഹാർദിക്കിന്റെയും പ്രകടനത്തിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, 122 കോടിയുടെ ഈ വമ്പൻ പ്രഖ്യാപനം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമോ? ഈ പണമഴ ഇന്ത്യൻ താരങ്ങളുടെ ആവേശം വാലോളമുയർത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ജയ് ഷായുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് രേഖപ്പെടുത്തൂ. ഒപ്പം ഇതുപോലത്തെ കിടിലൻ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.